അതെ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ, ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാണ്ട് ജർമ്മനിയിലേക്ക് വരാൻ പറ്റുമോ ചേച്ചിന്ന്. അതിൻ്റെ ഉത്തരം, ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ജർമ്മനിയിലേക്ക് വരാൻ പറ്റും. നമുക്കിവിടെ മാസ്റ്റേഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പഠിക്കാനോ ഇനി അതും അല്ലെങ്കിൽ PhD ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ക്ലാസ്സുകൾ ഇംഗ്ലീഷ് ടോട്ടലായിരിക്കും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഉള്ളത്. പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഒന്നുകിൽ A1 ലെവൽ ജർമ്മൻ ലാംഗ്വേജോ അല്ലെങ്കിൽ B2 ലെവൽ ഇംഗ്ലീഷ് പ്രൊവിഷ്യൻസിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ വേണമെങ്കിലും ജർമ്മനിയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാണ്ട് ആരും ജർമ്മനിയിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് B1 ലെവൽ ലാംഗ്വേജ് എങ്കിലും പഠിച്ചിട്ട് വരുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്. ഒരു നല്ല പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ, ഇനിയിപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളിവിടെ നല്ലൊരു ജോലിയിലേക്ക് കയറണമെങ്കിലും നമുക്ക് ലാംഗ്വേജ് എന്തായാലും ആവശ്യമായിട്ട് വരും. ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ട്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എന്നിരുന്നാൽ പോലും നമ്മളെയും കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ നാട്ടിൽ ഒരു B1 കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇവരുടെ കൂടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒന്ന് ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലാംഗ്വേജ് പതിയെ ഇമ്പ്രൂവ് ആയിക്കോളും. അപ്പം നമ്മളൊരു B1 ലെവലെങ്കിലും നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നത് ഇവിടെ ലാംഗ്വേജ് വേണ്ട എന്നും പറഞ്ഞ് പഠിക്കാതെ വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇത്രയും പറയാനാണ് ഞാനിന്ന് വന്നത്. ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ജർമ്മനിയിലേക്ക് വരാൻ സാധിക്കും. പക്ഷേ നമ്മളിവിടെ സെറ്റിൽഡ് ആവാനാണ് വരുന്നതെങ്കിൽ തീർച്ചയായും അത് പഠിച്ചിട്ട് വരുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ.